ഹായ് ഓൾ. നമ്മളേറെ പ്രതീക്ഷ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു 2024 ഡിസംബർ 31 വന്ന സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇത്തവണ 2 പേപ്പർ പരീക്ഷയാണ് മുഖ്യ പരീക്ഷകൾ. സോ അതുകൊണ്ട് ആദ്യം നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിംസ് തന്നെയാണ്. കാരണം പ്രിലിംസ് പാസ്സായാൽ മാത്രമേ നമുക്ക് ഒരു മെയിൻസ് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കൂ. സോ അതുകൊണ്ട് പ്രിലിംസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഈസി എന്ന് പറയുന്നില്ല, സ്മാർട്ട് വർക്ക് ചെയ്ത് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോ ടോപ്പിക്കിലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ പോലും നമ്മൾ കുറച്ച് പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ചില ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതായിട്ട് കാണാൻ പറ്റും. സോ ആ ഏരിയാസ് ഏതൊക്കെയാണ്, ഞാൻ അതുമാത്രം പഠിച്ച് നിങ്ങളിപ്പോൾ എക്സാമിലേക്ക് പോയാൽ മതി എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ നല്ലവണ്ണം പഠിക്കുക, അതിൻ്റെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ പ്രിലിംസിൻ്റെ ഓരോ ടോപ്പിക്സും അതുപോലെ തന്നെ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും. നിങ്ങൾ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പം ആദ്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഇതുവരെ 4 തവണയാണ് പ്രിലിംസ് എക്സാം നടന്നിട്ടുള്ളത്. 2021 തൊട്ടിട്ടാണ് ഈ പ്രിലിംസ് സമ്പ്രദായം കൊണ്ടുവന്നത് വിവിധ തല പരീക്ഷകളിൽ. +2 ആണെങ്കിലും 10ാം ക്ലാസ് പരീക്ഷയാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും 2021 തൊട്ടായിരുന്നു ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ 2021 2 ഘട്ട പരീക്ഷയായിരുന്നു. 22 3 എക്സാം, 23 2 പരീക്ഷകൾ, 24 3 ഘട്ടമായിട്ടാണ്. ചിലപ്പം ചില എക്സ്ട്രാ പരീക്ഷ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നാലും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ്, ഇത്തരം വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന ഓരോ ടോപ്പിക്കിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ GK ടോപ്പിക്സ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ തന്നെയാണ്. നമ്മുടെ നോൺ GK ടോപ്പിക്സിന് 50 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമ്മുടെ എവിടെയുള്ളത്, പ്രിലിംസ് എക്സാമിൽ ഉള്ളത് അല്ലേ. 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, ദെൻ 10 മാർക്കിന് മലയാളം. ഇങ്ങനെ 50 മാർക്കാണ് ഈ ഒരു മേഖലയുടെ നോൺ GK ടോപ്പിക്സിൻ്റെ ആ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താൽ 50-ൽ ഒരു 45 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ GK ടോപ്പിക്സ്, GK തന്നെ എന്ത് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. സോ പ്ലസ് കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, നോൺ GK ടോപ്പിക്സും അതുപോലെ പ്ലസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾ GK ടോപ്പിക്സ് വല്ലാതെ സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് പ്രിലിംസിന്റെ മേജർ ആയിട്ടുള്ള ഒരു സ്കോറിംഗ് ഏരിയ ആണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്, അത് പറ്റും തന്നെയാണ് എന്ന് വിശ്വാസം, എൻ്റെ വിശ്വാസം. ഓക്കെ ആണല്ലോ. അപ്പോൾ മാത്സ് RS അഗർവാളിന്റെ മാത്സ് പുസ്തകങ്ങളൊക്കെ ഉണ്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ അത്രയും നല്ല ഡീപ്പായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പുസ്തകമാണ്. പിന്നെ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആണെങ്കിലും നന്നായിട്ട് PYQs അനലൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓരോ ടോപ്പിക്കും ഇംഗ്ലീഷ് ആണെങ്കിൽ കോൺകോഡ്, ഇഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച് തുടങ്ങിയ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ വൊക്കാബുലറി ഏരിയ ആണെങ്കിൽ നന്നായിട്ട് PYQs നോക്കുക. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാർക്ക് ചിലപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ 3 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രധാനപ്പെട്ട നിങ്ങളുടെ സ്കോറിങ്. അതായത് GK കുറച്ച് ടൈറ്റ് ആണെങ്കിൽ പോലും ഈ 3 ഏരിയയിൽ നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാസ്റ്റ് പ്രിലിംസ് എക്സാം നടന്നത് LSCSനാണ്. അതിൻ്റെ കട്ട് ഓഫ് ഐ തിങ്ക് 49 സംതിങ് ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ അതിലൊരു ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു.
അതിന്റെ കട്ട് ഓഫ് 44 എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതായത് 50 മാർക്ക് ഈ ഒരു 3 വിഷയത്തിൽ കൂടിയിട്ട് 50 മാർക്ക് സ്കോർ ചെയ്താൽ പോലും അവൻ GK ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്തില്ല എന്നിരിക്കട്ടെ, എന്നാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് മുൻ കട്ട് ഓഫുകൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലും ഐ തിങ്ക് 46 43 കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ആ ഒരു കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസിന്റെ കട്ട് ഓഫ് കേട്ടോ 45+ സംതിങ് എത്രയായിരുന്നു. അപ്പൊ എന്തായാലും കണ്ടോ, ഈ 3 ഏരിയ നന്നായിട്ട് പഠിച്ചെഴുതിയ ആൾക്ക് പോലും പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ 3 ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ഒരു മാർക്ക് പോലും കളയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, പഠിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിൽ ചിലപ്പം ഇത്തവണ എന്താ പറയാ, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം ഉണ്ടാവും, എന്നാലും ജനറൽ ആയിട്ട് നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇതാണ് നമുക്കുള്ള നോർമൽ സിലബസ്. അതിൽ 50 മാർക്കാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്. ബാക്കി 50 മാർക്കാണ് ബാക്കിയുള്ള GK ടോപ്പിക്സ്. പിന്നെ എന്തായാലും ഒരു 5 to 10 മാർക്ക്, എന്തായാലും 5 തൊട്ട് 10 മാർക്ക് വരെ എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? കറന്റ് അഫയേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കറന്റ് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നിങ്ങൾ അതുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്ക് 3 ടൈപ്പ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ആ സിലബസ് ഇങ്ങനെയാണ്. അപ്പൊ ഹിസ്റ്ററി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങൾ വായിക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരിക്കലും പ്രിലിംസ് എന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ല, പ്രിലിംസ് പ്ലസ് മെയിൻ സ്ട്രാറ്റജി നമ്മൾ വേണം. നമ്മൾ പ്രിലിംസ് മാത്രം പാസ്സായാൽ മതിയോ? ഒരിക്കലും അല്ല. മെയിൻസ് പാസ്സായിട്ട് ഇന്റർവ്യൂ ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു റാങ്കിലേക്ക് എത്തണം, ആണല്ലോ. അതാണല്ലോ നമ്മുടെ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ പ്രിലിംസ് മാത്രമായിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. എന്തുകൂടി പഠിക്കണം? മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വായിക്കേണ്ട പുസ്തകങ്ങളാണ് തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക്, തമിഴ്നാട് സ്റ്റേറ്റ് ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ +1 +2 പുസ്തകങ്ങൾ, മോഡേൺ ഹിസ്റ്ററി ബൈ ബിപിൻ ചന്ദ്ര, അതുപോലെ സ്പെക്ട്രം, രാജീവ് അഹിറിന്റെ സ്പെക്ട്രം. ഇതിലെ എല്ലാം പഠിക്കണം എന്നല്ല, ഇത് നിങ്ങൾ ഓപ്ഷനിലാക്കുക. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അതിന്റെ ലാംഗ്വേജും അതുപോലെ പഠിക്കാൻ എളുപ്പമെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക. ഈ സ്പെക്ട്രത്തിൽ നിന്നൊക്കെ 80-50s ബന്ധപ്പെട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടും. എന്നാലും നിങ്ങൾ അതിൽ നിന്ന് മുഴുവൻ ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നോളുന്നില്ല. എന്നാലും 80-50s കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഈ സ്പെക്ട്രത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി പഠിക്കണം എന്നല്ല, നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ, നിങ്ങളുടെ പഠനത്തിന് ഏതാണോ സ്യൂട്ടബിൾ, ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ NCERTയും SCERTയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ജനറലി വായിക്കേണ്ടത്. കേരള ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് കേരള ചരിത്രം ബൈ M ശ്രീധരമേനോൻ, ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിലെ പല കാര്യങ്ങളും ചോദ്യങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കൊരു 5 മാസത്തോളം സമയം ഇനിയുണ്ട്. മെയ് ടു ജൂലൈ ആ ഒരു മാസങ്ങളിലാണ് പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിലിംസ് ആണ് ആദ്യ കടമ്പ, അതിലേക്കൊരു 4-5 മാസം കൂടി ഉണ്ട്. അപ്പോൾ പറ്റാവുന്ന, ഞാൻ എല്ലാ പുസ്തകവും വായിക്കണം എന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന അത്ര കവർ ചെയ്യാൻ ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി കീ ടോപ്പിക്സിലേക്ക് വരുവാണെങ്കിൽ കേരള ഹിസ്റ്ററിയിലെ കൂടുതലായിട്ടും നാഷണൽ മൂവ്മെന്റുമായിട്ട് നമ്മുടെ ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി കലാപം, കുറിച്യർ കലാപം, ഇങ്ങനെയുള്ള റിവോൾട്ട്, പിന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, നമ്മുടെ പോർച്ചുഗീസോടെ ആഗമനം, അവരുടെ സംഭാവനകൾ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ അല്ലെ, തിരുവിതാംകൂറിന്റെ ചരിത്രം, ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും എന്ത് വന്നിട്ടുള്ളത്? ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ 10 മാർക്കാണ്. ഐ തിങ്ക് ഇത്തവണ മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഒരു ശ്രദ്ധിക്കുക, ഹിസ്റ്ററിയിലെ മേജർ മാർക്ക് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ്. ഫോർ എക്സാമ്പിൾ ഒരു 5 മാർക്കാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുക ഹിസ്റ്ററിയിൽ നിന്നായിരിക്കും, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നായിരിക്കും. ചിലപ്പം കേരള ഹിസ്റ്ററിയിൽ നിന്ന് 1, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 1, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 3, അങ്ങനെയും ചോദിക്കാം.
അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞ നാഷണൽ മൂവ്മെന്റ്സ്, കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ചരിത്രം, ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ ഭരണാധികാരികളെക്കുറിച്ചും അവർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രിലിംസിനുണ്ടെങ്കിലും മെയിൻസിനില്ലാത്ത ടോപ്പിക്കാണ് മധ്യകാല ഇന്ത്യ. ഓക്കെ, അതുപോലെ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, INC, അതുപോലെ തന്നെ ഗാന്ധിയൻ പീരീഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിയൻ പീരീഡിലെ ഓരോ സംഭവ വികാസങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിലോട്ട് വരുവാണെങ്കിൽ കൂടുതലായിട്ടും ചോദിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ, UNO, അതുപോലെ തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് മാത്രമേ ചോദിക്കുള്ളൂ ഞാൻ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ഏകദേശം 10ഓളം പേപ്പേഴ്സ് നമ്മൾ നോക്കിയപ്പോൾ അതിൽ നല്ലൊരു ചോദ്യങ്ങളും ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ, ഈ ഏരിയാസ് പഠിക്കുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ അടുത്ത ഒരു ഭാഗം ഏതാണ്? ജോഗ്രഫി. ജോഗ്രഫി ആണെങ്കിൽ നമുക്ക് കേരള ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. സോ അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ജോഗ്രഫിയുടെ ബൈബിൾ എന്ന് പറയുന്നത് തന്നെ ഏതാണ്? ഈ NCERT പുസ്തകങ്ങളാണ്. NCERT, SCERT പുസ്തകങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും എന്ത് വരുന്നത്? ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളും NCERTയിൽ നിന്നാണ് വരുന്നത്. പിന്നെ മാജിദ് ഹുസൈൻ്റെ, DR കുള്ളറിൻ്റെ ഒക്കെ പുസ്തകമുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ വായിക്കുക. ഓക്കെ, കേരള ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെ ഒരു മാസിക, ഇനി റാങ്ക് ഫയൽ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വായിച്ചാൽ തന്നെ മതി. കേരള ജോഗ്രഫി എന്നൊക്കെ അധികം വെയിറ്റേജ് അല്ല, 1 മാർക്കിനൊക്കെ കൂടുതലായിട്ടും ചോദിക്കുള്ളൂ. അപ്പോൾ അവിടെ കീ ടോപ്പിക്സ്, ബേസിക്സ് ഓഫ് ജോഗ്രഫി ചോദിക്കാം, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, ലാൻഡ് ഫോംസ്. അപ്പോൾ കൂടുതലായിട്ടും ഈ എർത്ത് സ്ട്രക്ചർ, ഭൂമിയുടെ ഘടന, അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം, ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങൾ. ഈ ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നദിയൊക്കെ ഉണ്ടല്ലോ, നദിയുടെ ഓരോ ഘട്ടങ്ങൾ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് അതായത് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ നമ്മുടെ എന്താണ് പ്രധാന നദികളുണ്ടല്ലോ, ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിക്കുക. പിന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് ചോദിക്കുക. അതുപോലെ കേരളത്തെ ആണെങ്കിൽ കൂടുതലായിട്ടും വന്യജീവി സങ്കേതങ്ങൾ, നദികൾ, ദേശീയോദ്യാനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അതിന്റെ A to Z കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ടോപ്പിക്ക് എക്കണോമിക്സ് ആണ്. ഏറ്റവും കൂടുതൽ ടഫായിട്ട് മാറുന്ന ടോപ്പിക്കാണ് എക്കണോമിക്സ്. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആവുമ്പോൾ നോർമൽ നമ്മുടെ 10th ലെവലോ +2 ലെവലോ ആവുന്ന ചോദ്യങ്ങളാവത്തില്ല. കറന്റ് അഫയേഴ്സ് മിക്സഡ് ആയിട്ടും നോർമലായിട്ടും എക്കണോമിക്സ് നല്ല കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പലർക്കും എക്കണോമിക്സ് ബേസ് ഇല്ലാത്ത പലർക്കും ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെയാണ് പല ക്വസ്റ്റ്യൻസും വരാറുള്ളത്. അപ്പൊ എക്കണോമിക്സ് കൂടുതലായിട്ടും റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ്, റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആവും കേട്ടോ. അതിന്റെ എന്താ പറയാ, നമ്മുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതൊക്കെ കറന്റ് അഫയേഴ്സ് മിക്സഡ് ചോദ്യങ്ങളാണ് വരിക. നോർമലി ജനറൽ ക്വസ്റ്റ്യൻസ് ആവത്തില്ല. ഫിസിക്കൽ പോളിസി, ബഡ്ജറ്റ്, പിന്നെ 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാനുള്ള സാധ്യത. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചോദിക്കാറുണ്ട്. ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നന്നായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക. പിന്നെ സിവിക്സിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു സിലബസ് തന്നെയുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, അതുപോലെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസ്, ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ലോക്പാൽ, ലോകായുക്ത, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റണ്ണിങ് ആണ്. സോ അതുകൊണ്ട് താഴെ ഈ വീഡിയോയുടെ ലിങ്കിൽ ഒരു ഗൂഗിൾ ഫോം കിടക്കുന്നുണ്ടാവും. സോ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു
കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും സ്ട്രക്ചറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ ടോപ്പിക്സും കീ ടോപ്പിക്സ് വെച്ചിട്ട് അത് മാത്രമല്ല ചോദിക്കാൻ സാധ്യതയുള്ള PYQs എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് CC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ അപേക്ഷിക്കേണ്ട ഡേറ്റ് ലാസ്റ്റ് ജനുവരി 29 അത് മറക്കരുത്. അപേക്ഷിച്ച ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ CCയുടെ കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8590202323 ആ ഒരു താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇതിലെ കീ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ, ആ ഒരു ആക്ട് ഉണ്ടല്ലോ, ഇൻഫർമേഷൻ കമ്മീഷൻ RTA ആക്ട് 2005, അതിനെ ബേസ് ചെയ്ത ചോദ്യങ്ങൾ വരാം. വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, അതിന് അതോറിറ്റി, ഇത്തരം കാര്യങ്ങൾ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, അതുമായി ബന്ധപ്പെട്ട സ്കീംസുകൾ, ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ്, പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. കൂടുതലായിട്ടും ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുവാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അത്. മെയിൻസ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന. സോ അതിന്റെ സിലബസ് ഇങ്ങനെയാണ്. സോ ആ ഭാഗത്ത് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബൈബിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും 7th എഡിഷൻ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ 6th എഡിഷനുള്ള 7th ഓൾറെഡി അപ്ഡേറ്റഡ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ആണ് അല്ലെ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജോഗ്രഫിയുടെ ബൈബിള്, NCERT SCERT ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് ആണ്. ആ പുസ്തകം നിങ്ങൾ ഒരു തവണയെങ്കിലും വായിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അതിൽ നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു റാങ്ക് ഫയൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അത്തരം പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, പഞ്ചായത്ത് രാജ്, പിന്നെ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദയർ ഫങ്ഷൻസ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുക. CAG, അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും. അത് കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് കറണ്ട് അഫെയർസ് തന്നെയാണ്. ജനറൽ ആയിട്ടാണ് ഇപ്പോൾ അധികവും. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഈ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് അങ്ങനത്തെ ചോദിക്കാറുള്ളൂ. അധികവും ഇപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് നടന്ന പല ഇവന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് അധികവും വരാറ്. പിന്നെ ആർട്സ് ആണെങ്കിലും കഥകളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലിറ്ററേച്ചർ ആണെങ്കിൽ പുസ്തകങ്ങൾ. പിന്നെ നവോത്ഥാനവും പറയുന്നുണ്ട്, സംസ്കാരത്തിൽ നവോത്ഥാനം പറയുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകന്മാർ, ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ വലിയൊരു ടൈം സ്പെൻഡ് ചെയ്യരുത്. അതിനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. കാരണം ഇവിടെ പ്രിലിംസ് ആണ്. നമ്മൾ ഒരു നിശ്ചിത മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് മെയിൻസ് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുക. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. പിന്നെ IT വരുവാണെങ്കിൽ അവിടെ ഇതൊക്കെയാണ് സിലബസ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ IT, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇതൊക്കെ ഏതെങ്കിലും റാങ്ക് ഫയലിന് ഡിപ്പെൻഡ് ചെയ്യാം. IT ആണെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ ആർട്സ് ആൻഡ് കൾച്ചർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കീം BA മലയാളത്തിന്റെ പുസ്തകം വായിക്കാം. പിന്നെ IT വരുവാണെങ്കിൽ ഹാർഡ്വെയർ, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, LAN, WAN, MAN, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ IT ഈ സെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ 66, അതുപോലെ 67 A-യും B-യൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു IT മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, വൺസ് അഗെയിൻ പ്രിലിംസിലുള്ളതും മെയിൻസിലില്ലാത്തതുമായ ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അവിടെ കൂടുതലായിട്ടും ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISRയുടെ റീസെൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർസ് മിക്സഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ കുറച്ച് പോളിസീസ് ആൻഡ് ട്രീറ്റീസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്
കൂടുതലായിട്ടും ഈ സയൻസ് ആൻഡ് ടെക്നോളജി, കൂടുതലായിട്ടും ISROന്റെ അച്ചീവ്മെന്റ്സ്, ഇപ്പോൾ ഗഗൻയാൻ, ഇപ്പോൾ സ്പെയ്ഡെക്സ് മിഷൻ, ആദിത്യ L1, പുഷ്പക, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ 2024 ISRO നേടിയിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ISRO, DRDO തുടങ്ങിയ പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളെ, ബഹിരാകാശ സ്ഥാപനങ്ങളെ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ അധികവും വരാറുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ഓരോ കാര്യങ്ങൾ, അത് കറണ്ട് അഫയേഴ്സ് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. സോ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജനറലി ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള, പ്രിലിംസിന്റെ ഞാൻ പറഞ്ഞു ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 50 മാർക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ 50 മാർക്ക് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അത് ഉറപ്പിച്ചാൽ തന്നെ പിന്നെ GK എന്തായാലും നമുക്ക് കറണ്ട് അഫയേഴ്സ് വരും. പിന്നെ നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു 10 ക്വസ്റ്റ്യനുകൾ മിനിമം ഉണ്ടാവും. ഇതെല്ലാം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻസിന്റെ സിലബസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ അതിന്റെ മെയിൻസിന്റെ നമ്മൾ റെഫർ ചെയ്യേണ്ട പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസും മറ്റ് പ്രധാനപ്പെട്ട വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.